ഈ സംസ്ഥാനത്തെ കാലാവസ്ഥ എന്താണെന്ന് നോക്കാം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. അനീഷ് ദേവസി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അനീഷ്, ഇന്നും വടക്കൻ ജില്ലകളിൽ കാര്യമായ മഴ ലഭിക്കുമെന്നതാണ് മുന്നറിയിപ്പുള്ളത്. മധ്യ കേരളത്തിൽ അടക്കം, തെക്കൻ കേരളത്തിലാണെന്ന് തോന്നുന്നു അങ്ങനെ കാര്യമായ മുന്നറിയിപ്പില്ലാത്ത ജില്ലകളുള്ളത്. എന്താണ് വടക്കൻ കേരളത്തിലെ കോഴിക്കോട് അടക്കം മറ്റ് ജില്ലകളിലെ സാഹചര്യം? ഗൂഗിൾ പ്രവിത, ഗുഡ് മോർണിംഗ്. ഏതായാലും കോഴിക്കോട് ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. പക്ഷേ അലേർട്ടിൻ്റെതായ രീതിയിലുള്ള മഴയൊന്നുമില്ല. കോഴിക്കോട് രാവിലെ തന്നെ നഗരവും അതുപോലെ മറ്റ് ജില്ലയുടെ മറ്റ് പ്രദേശങ്ങളും ശാന്തമാണ്. ഏതായാലും സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിനെ തുടർന്ന് വിവിധ ജില്ലകളിൽ യെല്ലോ, ഓറഞ്ച് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ഈ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് 2 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. അതുപോലെ ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ജൂലൈ 1 മുതൽ ജൂലൈ 3 വരെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലുടനീളം, സംസ്ഥാനത്ത് ഉടനീളം എല്ലാ ജില്ലകളിലും ജില്ലാ താലൂക്ക് തലത്തിൽ കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഈ പൊതുജനങ്ങൾക്ക് സേവനം ആവശ്യമാണെങ്കിൽ 1070 1077 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഗൂഗിൾ പ്രവിത. ശരി, അനീഷ് ദേവസിയാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.